ഹലോ വ്യൂവേഴ്സ്, വെൽക്കം ടു അനൂസ് എഡ്യു ഹബ്. ഇന്ന് ഞാനിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 7th സ്റ്റാൻഡേർഡിൽ ബേസിക് സയൻസിലെ ദ വേൾഡ് ഓഫ് ഇലക്ട്രിസിറ്റി എന്ന ചാപ്റ്ററാണ്. ലെറ്റ് സ്റ്റാർട്ട്. ഫസ്റ്റ് തന്നെ ആ ചാപ്റ്ററിൽ കാണുന്ന ഒരു പിക്ചറുണ്ട് അല്ലേ? ആ പിക്ചറിൽ എന്താണ് എഴുതിയിരിക്കുന്നത്? ഓ, ദ പവർ ഇസ് ഓഫ്, കാൺ സീ എനിത്തിങ്. അപ്പോൾ ഒരാൾ പേപ്പർ വായിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ? അദ്ദേഹം പറയുന്നു, ഓ പവർ ഓഫായി പോയി, ഒന്നും കാണുന്നില്ല. ദെൻ ദ ബോയ് സെഡ്, ആ കൊച്ചു പറഞ്ഞു, ദർ ഇസ് എൻ എമർജൻസി ലാമ്പ്, ജസ്റ്റ് സ്വിച്ച് ഇറ്റ് ഓൺ ഗ്രാൻഡ് പാ. അപ്പോൾ ആ കൊച്ചിൻ്റെ അപ്പൂപ്പനാണല്ലേ. അപ്പോൾ കൊച്ചു പറഞ്ഞു, അവിടെ ഒരു എമർജൻസി ലാമ്പ് ഉണ്ടല്ലോ, അതൊന്ന് ഓൺ ചെയ്യൂ അപ്പൂപ്പ എന്ന്. എബവ് ഇസ് എ സീൻ ഫ്രം ഹോം. മോളിൽ കാണിച്ചിരിക്കുന്നത് ഒരു വീട്ടിലെ സീനാണ്, വീട്ടിൽ നിന്നുള്ളൊരു കാഴ്ചയാണ്. ഹാവൻ വി എക്സ്പീരിയൻസ് സിമിലർ സിറ്റുവേഷൻസ് അറ്റ് അവർ ഹോം ആസ് വെൽ? ഇതുപോലത്തെ സെയിം ആയിട്ടുള്ള സംഭവം നമ്മളും എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ലേ? കറണ്ട് പോവും, എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് കറണ്ട് പോവും, ഒന്നും കാണാൻ പറ്റില്ല. വാട്ട് ഡു വി യൂഷ്വലി ഡു ടു ഗെറ്റ് ലൈറ്റ് വെൻ ദർ ഇസ് എ പവർ ഫെയിലിയർ? ഒരു പവർ ഫെയിലിയർ വരുമ്പോൾ നമ്മൾ യൂഷ്വലി എന്താണ് ചെയ്യുന്നത്? ക്യാൻഡിൽസ് ആർ യൂസ്ഡ് അല്ലേ? നമ്മൾ യൂഷ്വലി ക്യാൻഡിൽസ്, മെഴുതിരി കത്തിക്കും. പിന്നെ ജനറേറ്റേഴ്സ് ആർ യൂസ്ഡ്, ഫ്ലാഷ് ലൈറ്റ്സ് ആർ യൂസ്ഡ് അല്ലേ? ഫ്ലാഷ് ലൈറ്റ്സ് മീൻസ് ടോർച്ച്. പിന്നെ ജനറേറ്റേഴ്സ് ആർ യൂസ് ഫോർ ലോങ് പവർ, കുറച്ച് കൂടുതൽ നേരം മണിക്കൂറത്തേക്ക് കറണ്ട് വേണമെങ്കിൽ നമ്മൾ ജനറേറ്റർ യൂസ് ചെയ്യും. എന്തെങ്കിലും ഫങ്ഷൻസ്, കല്യാണങ്ങൾ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവങ്ങൾക്ക് ജനറേറ്ററാണ് യൂഷ്വലി കറണ്ട് പവർ സപ്ലൈ പോകുമ്പോൾ യൂസ് ചെയ്യാറ്. ഫ്ലാഷ് ലൈറ്റ്സ്, പിന്നെ ലാൻറ്റേൺസ് യൂസ്ഡ് ഇൻ ഫ്യൂവൽസ് അല്ലേ? ഫ്യൂവൽസ് അല്ലെങ്കിൽ പിന്നെ ബാറ്ററിയിലൊക്കെ ലാൻറ്റേൺസ്, വിളക്കുകൾ. അപ്പോൾ ഒരു പവർ സപ്ലൈ പോകുമ്പോഴത്തേക്ക് നമ്മൾ ഇതിൽ ചിലതെല്ലാം യൂസ് ചെയ്യാറുണ്ട്. ഹാവൻ യു റിയലൈസ് ദാറ്റ് പീപ്പിൾ ടേക്ക് ഡിഫറെൻറ്റ് മെഷേഴ്സ് വെൻ ദർ ഈസ് പവർ ഫെയിലിയർ? ഇപ്പോൾ നമുക്ക് മനസ്സിലായില്ലേ, ജനങ്ങൾ പല മാർഗങ്ങളും യൂസ് നോക്കുന്നു അല്ലേ? ഒരു പവർ ഫെയിലിയർ വരുമ്പോൾ യൂസിങ് ആൻ എമർജൻസി ലാമ്പ് ഈസ് വൺ എമംഗ് ദം. അതിലൊന്നാണ് ഒരു എമർജൻസി ലാമ്പ്. എമർജൻസി ലാമ്പ് യൂസ് ചെയ്യുന്നതാണ് അതിലൊന്ന്. ഡു യു ഹാവ് ആൻ എമർജൻസി ലാമ്പ് അറ്റ് യുവർ ഹോം? നിങ്ങളുടെ വീടുകളിൽ ഒരു എമർജൻസി ലാമ്പ് ഉണ്ടോ? ഷാൽ വി മേക്ക് വൺ? ഒന്നുണ്ടാക്കാമോ? നെക്സ്റ്റ് പേജ്, 2 കുട്ടികളുടെ സംഭാഷണം, കോൺവെർസേഷനാണ്. മേക്കിംഗ് ആൻ എമർജൻസി ലാമ്പ്, വാവ് വാട്ട് എ ഗുഡ് ഐഡിയ. അപ്പം ഫസ്റ്റ് കുട്ടി പറയാണ്, എമർജൻസി ലാമ്പ് ഉണ്ടാക്കാനോ? എന്ത് നല്ല ഐഡിയയാണ്. ദെൻ ദ അതർ ബോയ് തിങ്സ്, വാട്ട് തിങ്സ് ആർ നീഡഡ് ടു മേക്ക് ആൻ എമർജൻസി ലാമ്പ്? അപ്പം മറ്റേ കുട്ടി ചിന്തിക്കുകയാണ്, എന്തൊക്കെയാണ് സാധനങ്ങൾ ആവശ്യം ഒരു എമർജൻസി ലാമ്പ് ഉണ്ടാക്കാനായിട്ട്. ഹൗ ടു കൺസ്ട്രക്ട് മീൻസ് എങ്ങനെയാണ് ഉണ്ടാക്കാൻ. ഹൗ ടു മേക്ക്, എങ്ങനെയാണ് മേക്ക് ചെയ്യാൻ. വാട്ട് ആർ ദ തിങ്സ് നീഡഡ് ടു മേക്ക് ആൻ എമർജൻസി ലാമ്പ്? ഒരു എമർജൻസി ലാമ്പ് ഉണ്ടാക്കാനായിട്ട് എന്തെല്ലാം മെറ്റീരിയൽസാണ് ആവശ്യം. റൈറ്റ് ദം ഇൻ ദ ഡയറി, സയൻസ് ഡയറി, ബേസ്ഡ് ഓൺ ദ ഫോളോയിങ് ഇൻഡിക്കേറ്റേഴ്സ്. താഴെ കുറച്ച് സൂചനകൾ തന്നിട്ടുണ്ട്. റൈറ്റ് സൈഡ് പിക്ചറിൽ കാണിക്കുന്നത് എമർജൻസി ലാമ്പാണ്. ഫസ്റ്റ് ഇൻഡിക്കേറ്റർ, ഹൗ വിൽ വി ഗെറ്റ് ദ ഇലക്ട്രിസിറ്റി ടു മേക്ക് ദ എമർജൻസി ലാമ്പ് വർക്ക്? Don't we need a bulb to get light? Then how will we connect each part? How will we make a stand? You may have such questions. Discuss your idea in the group and present it. അതായത് എന്തൊക്കെ സാധനം വേണം നമ്മൾ ചിന്തിക്കുമ്പോൾ ഫസ്റ്റ് നമ്മളെ മനസ്സിൽ എന്താണ് വരുന്നത്? ഹൗ വിൽ വി ഗെറ്റ് ദ ഇലക്ട്രിസിറ്റി ടു മേക്ക് ദ എമർജൻസി ലാമ്പ് വർക്ക്? നമുക്ക് എവിടെ നിന്നാണ് ഇലക്ട്രിസിറ്റി കിട്ടുക? ഒരു എമർജൻസി ലാമ്പ് വർക്ക് ചെയ്യാൻ ആവശ്യമുള്ള ഒരു ഇലക്ട്രിസിറ്റി എവിടെ നിന്നാണ് കിട്ടുക? ഡോണ്ട് വി നീഡ് എ ബൾബ് ടു ഗെറ്റ് ലൈറ്റ്? ഒരു ബൾബിൻ്റെ ആവശ്യമില്ലേ? ലൈറ്റ് വെട്ടം വരാനായിട്ടൊരു ബൾബിൻ്റെ ആവശ്യം വേണ്ടേ? ഹൗ വിൽ വി കണക്ട് ഈച്ച് പാർട്ട്? ഈ എല്ലാ പാർട്സും എങ്ങനെ തമ്മിൽ എങ്ങനെ കണക്ട് ചെയ്യും? ഹൗ വിൽ വി മേക്ക് എ സ്റ്റാൻഡ് എങ്ങനെ ഉണ്ടാക്കും? ഇതൊക്കെയാണ് നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ക്വസ്റ്റ്യൻസ്. ഇതൊക്കെ നമ്മൾ ഗ്രൂപ്പിൽ ഡിസ്കസ് ചെയ്യാനാണ് പറയുന്നത്. ദെൻ അവൈലബിലിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി. യു നോ ദാറ്റ് ഇലക്ട്രിസിറ്റി ഈസ് എ ഫോം ഓഫ് എനർജി. ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത് ഒരു എനർജിയാണ്. ഇറ്റ് ഈസ് എ ഫോം ഓഫ് എനർജി ദാറ്റ് ക്യാൻ ബി ഈസിലി കൺവേർട്ടഡ് ഇൻ ടു മെനി അതർ ഫോംസ്. ഇലക്ട്രിസിറ്റീന് ജസ്റ്റ് ഇലക്ട്രിക്കൽ എനർജി എന്ന് മാത്രമല്ല,
ഈ ഒരു ഇലക്ട്രിക് എനർജീനെ പല ഫോം ഓഫ് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. ലെറ്റ്സ് ചെക്ക് സം ഫാക്ട്സ് റിലേറ്റഡ് ടു ഇലക്ട്രിക്കൽ എനർജി. വേർ ഡു വി ഗെറ്റ് ഇലക്ട്രിസിറ്റി ഫ്രം? ഇലക്ട്രിസിറ്റി നമുക്ക് എവിടെ നിന്നാണ് കിട്ടുന്നത്? പിക്ചേഴ്സ് ഓഫ് സം ഡിവൈസസ് ആർ ഗിവൻ ബിലോ. ഒബ്സർവ് ദം. താഴെ കുറച്ച് പിക്ചേഴ്സ് തന്നിട്ടുണ്ട്. പിക്ചേഴ്സ് ഓഫ് വാട്ട്? ഡിവൈസസ്. കുറേ ഉപകരണങ്ങളുടെ പിക്ചേഴ്സ് തന്നിട്ടുണ്ട്. അതിന് നമ്മൾ നിരീക്ഷിക്കണം. വേർ ഡസ് ഈച്ച് ഓഫ് ദീസ് ഡിവൈസസ് ഗെറ്റ്സ് ഇറ്റ്സ് ഇലക്ട്രിസിറ്റി ഫ്രം? ഈ താഴെ കുറേ ഉപകരണങ്ങളുടെ ഫോട്ടോസ് തന്നിട്ടുണ്ട്. ഇവയ്ക്കെല്ലാം ഇലക്ട്രിസിറ്റി എവിടെ നിന്നാണ് കിട്ടുന്നത്? റൈറ്റ് ഇറ്റ് ഡൗൺ ഇൻ ദ സയൻസ് ഡയറി. നൗ ഇൻ ദ നെക്സ്റ്റ് പേജ്, observe the pictures of some devices that supply electricity. താഴെ കുറച്ച് പിക്ചേഴ്സ് തന്നിട്ടില്ലേ? അവയെല്ലാം എന്താണ്? ഇലക്ട്രിസിറ്റി സപ്ലൈ ചെയ്യുന്ന ഡിവൈസസ് ആണ്. ലെഫ്റ്റ് സൈഡിൽ നമ്മൾ ലാസ്റ്റ് പേജിൽ നമ്മൾ എന്താണ് വേറെ കുറച്ച് മെറ്റീരിയൽസിൻ്റെ ഇത് പഠിച്ചു അല്ലേ? അതൊക്കെ എന്താണ്? വേർ ഡസ് ഈച്ച് ഓഫ് ദീസ് ഡിവൈസസ് ഗെറ്റ്സ് ഇലക്ട്രിസിറ്റി ഫ്രം? ഇവയെല്ലാം എന്താണ്? ഇലക്ട്രിസിറ്റി ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്ന ഉപകരണങ്ങളാണ്. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് പേജ് റൈറ്റിൽ തന്നിരിക്കുന്നത് എന്താണ്? ഈ ഇലക്ട്രിസിറ്റി സപ്ലൈ ചെയ്യുന്ന ഡിവൈസസ്. വി യൂസ് ദം ഓൺ ഡിഫറെൻറ്റ് ഒക്കേഷൻസ് ഇൻ ആർ ഡെയിലി ലൈഫ്. നമ്മൾ നമ്മുടെ ജീവിതത്തിൽ പല സാഹചര്യങ്ങളിൽ ഉപയോഗിക്കുന്ന സാധനങ്ങളാണ്, ഡിവൈസസ് ആണ് ഈ കാണിക്കുന്ന പിക്ചേഴ്സിലുള്ളത്. സോഴ്സസ് ഓഫ് ഇലക്ട്രിസിറ്റി. യു നോ ദാറ്റ് ഇലക്ട്രിക് സെൽസ്, ജനറേറ്റേഴ്സ്, സോളാർ സെൽസ് etc. are the devices that provide electricity. ഇലക്ട്രിക് സെൽസും ജനറേറ്ററും പിന്നെ എന്താണ് സോളാർ സെൽസും ഇവയെല്ലാം ഇലക്ട്രിസിറ്റി നമുക്ക് പ്രൊവൈഡ് തരുന്നത്. ഡിവൈസസ് ദാറ്റ് പ്രൊവൈഡ് ഇലക്ട്രിസിറ്റി ആർ ടേംഡ് ആസ് സോഴ്സസ് ഓഫ് ഇലക്ട്രിസിറ്റി. ഇവയെല്ലാം നമ്മൾ പറയുന്നത് സോഴ്സസ് ഓഫ് ഇലക്ട്രിസിറ്റി തരുന്ന ഒരു ഘടകം. ഈ സോഴ്സസ് ഓഫ് ഇലക്ട്രിസിറ്റി എന്ന ക്വസ്റ്റ്യൻ വന്നാൽ എന്തൊക്കെ പറയും നമ്മൾ? സെൽസ് അല്ലേ? Electric cells, then generators, solar cells, etc. You have learned that electric cells are devices that can convert chemical energy into electrical energy. നമ്മൾ പഠിച്ചിട്ടുണ്ട് സെൽസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇലക്ട്രിക് സെൽസ് എന്ന് പറഞ്ഞാൽ കെമിക്കൽ എനർജീനെ കൺവേർട്ട് ചെയ്ത് ഇലക്ട്രിക്കൽ എനർജിയിലോട്ട് കൺവേർട്ട് ചെയ്യുന്ന ഡിവൈസസ് ആണ് ഇലക്ട്രിക്കൽ സെൽസ് എന്ന് പറയുന്നത്. Then electrical energy is stored as chemical energy in them. ഈ ഇലക്ട്രിക്കൽ സെൽസിൻ്റെ അകത്ത് കെമിക്കൽ എനർജി ആയിട്ടാണ് ഇലക്ട്രിക്കൽ എനർജി സ്റ്റോർ ചെയ്തിരിക്കുന്നത്. ദിസ് കെമിക്കൽ എനർജി ഈസ് കൺവേർട്ടഡ് ഇൻ ടു ഇലക്ട്രിക്കൽ എനർജി വെൻ വി യൂസ് ദം. നമ്മൾ ഈ ഒരു ഇലക്ട്രിക് സെൽ യൂസ് ചെയ്യുമ്പോൾ ഈ കെമിക്കൽ എനർജി ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ആവും. സെൽ ആൻഡ് ബാറ്ററി. ഹാവ് യു ഹേർഡ് ഓഫ് സെൽ ആൻഡ് ബാറ്ററി? സെല്ലിനെ കുറിച്ചും ബാറ്ററിയെക്കുറിച്ചും കേട്ടിട്ടുണ്ടോ? വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ സെൽസ് ആൻഡ് ബാറ്ററീസ്? ഇത് തങ്ങളുടെ ഡിഫറൻസ് എന്താണ്? വ്യത്യാസം എന്താണ്? ലുക്ക് അറ്റ് ദ പിക്ചർ ബിലോ. താഴെ 2 പിക്ചേഴ്സ് തന്നിട്ടുണ്ട്. ഫിഗർ 1, ഫിഗർ 2. വാട്ട് ആർ ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദം? ഇവ തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? A battery is an arrangement made by connecting more than one cell into a single unit. അപ്പോൾ ബാറ്ററി എന്താണ്? ഇറ്റ് ഈസ് ആൻ അറേഞ്ച്മെൻറ്റ്. അതൊരു അറേഞ്ച്മെൻറ്റ് ഓഫ് മെയ്ഡ് ബൈ കണക്റ്റിംഗ് മോർ ദാൻ വൺ സെൽ. ഒന്നിൽ കൂടുതൽ സെൽസ് തങ്ങളുള്ള കൂട്ടി വെച്ചിട്ടുള്ള ഒരു അറേഞ്ച് ചെയ്തിരിക്കുന്നത് അല്ലേ, ഒരു അറേഞ്ച്മെൻറ്റാണ്. അറേഞ്ച് ചെയ്തിട്ട് ഒരു വൺ സെൽ ഇൻ ടു എ സിംഗിൾ യൂണിറ്റ്. ഒരു സിംഗിൾ യൂണിറ്റിൽ ഒന്നിലധികം സെൽസ് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്ന അതിനെയാണ് ബാറ്ററി എന്ന് പറയുന്നത്. ഒബ്സർവ് ദ പിക്ചർ. സെക്കൻഡ് പിക്ചർ, ഫിഗർ 2. ഒബ്സർവ് ദ പിക്ചേഴ്സ് A, B, C in which the cells are connected in 3 different ways. നെക്സ്റ്റ് പേജിൽ ഒരു പിക്ചർ തന്നിട്ടുണ്ട്. A, B, C. ഇതിൽ ഏതാണ് ശരിയെന്ന്? ഒബ്സർവ് ദ പിക്ചേഴ്സ് ഇൻ വിച്ച് ദ സെൽസ് ആർ കണക്റ്റഡ് ഇൻ 3 ഡിഫറെൻറ്റ് വേയ്സ്. 3 ഡിഫറെൻറ്റ് വേയ്സിൽ അത് കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഡു ഓൾ ഓഫ് ദം റെപ്രസെൻറ്റ് ദ റൈറ്റ് വേ ഫോർ മേക്കിംഗ് എ ബാറ്ററി? ഈ മൂന്ന് A, B, C 3 രീതികളുണ്ടല്ലേ, ഇതിൽ 3ഉം കറക്റ്റാണോ? ഒരു ബാറ്ററി മേക്കിങ്ങിൻ്റെ കറക്റ്റ് റെപ്രസെൻറ്റേഷൻ ആണോ? വിച്ച് എമംഗ് ദം ഈസ് റോങ്? വിച്ച് വൺ വിൽ ഗിവ് മോർ ഇലക്ട്രിസിറ്റി? ഇതിൽ ഏതാണ് തെറ്റ്?
പിന്നെ ഇതിലെ ഏത് അറേഞ്ച്മെൻറ്റാണ്, എ ആണോ ബി ആണോ സി ആണോ, ഇവയിൽ ഏത് അറേഞ്ച്മെൻറ്റാണ് മോർ ഇലക്ട്രിസിറ്റി, കൂടുതൽ ഇലക്ട്രിസിറ്റി തരുന്നത്. ഓക്കെ, നെക്സ്റ്റ് പേജ്. സീ ദ ഫോട്ടോ എ ബി ആൻഡ് സി. ഇതിൽ ഏത് പിക്ചറാണ് കറക്റ്റ് ഓർഡർലി അറേഞ്ച് ചെയ്തിരിക്കുന്നത്, പിന്നെ എന്താണ് ഇതിലേത് പിക്ചറാണ് കൂടുതൽ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നത്, ഏത് രീതിയിലുള്ള അറേഞ്ച്മെൻറ്റാണ്, എ ബി ഓ സി. എ കറക്റ്റാണ് അല്ലേ, പോസിറ്റീവ് നെഗറ്റീവ്, എയും കറക്റ്റാണ് സിയും കറക്റ്റാണ്. ഇതിൽ കൂടുതൽ ഇലക്ട്രിസിറ്റി അല്ലെങ്കിൽ എനർജി തരുന്നത് സി ആണ്. പിക്ചർ സി. Then observe the pictures given below. From which source do these two devices get electricity? താഴെ രണ്ട് ഡിവൈസസ് തന്നിട്ടുണ്ട്, ഒന്ന് ക്ലോക്കും ഒന്ന് മൊബൈലും അല്ലേ. അപ്പോൾ ഏതെല്ലാം മാർഗത്തിലൂടെയാണ് ഇത് നമുക്ക് ഇതിൻ്റെ ഇലക്ട്രിസിറ്റി ലഭിക്കുന്നത്? വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ സോഴ്സസ് ഓഫ് ഇലക്ട്രിസിറ്റി യൂസ്ഡ് ഇൻ ദീസ് ഡിവൈസസ്? ഇവർക്ക് രണ്ടുപേർക്കും ഇലക്ട്രിസിറ്റി കിട്ടുന്നുണ്ട്. ഇലക്ട്രിസിറ്റി എന്ന് പറഞ്ഞാൽ ഒരു ഫോം ഓഫ് എനർജിയാണ്. അപ്പം ഏതൊക്കെ സോഴ്സസ് വഴിയാണ് ഇവർക്ക് കിട്ടുന്നത്? സെൽസ്, റീചാർജബിൾ ആൻഡ് നോൺ റീചാർജബിൾ സെൽസ്. റീചാർജബിൾ സെൽസ് ഉണ്ട്, നോൺ റീചാർജബിൾ സെൽസും ഉണ്ട്. വാട്ട് വുഡ് യു ഡു ഇഫ് ദ സെൽ ഇൻ എ ക്ലോക്ക് ഈസ് നോട്ട് വർക്കിംഗ്? ഒരു ക്ലോക്കിൽ സെല്ല് വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ എന്ത് ചെയ്യും നിങ്ങൾ? വാട്ട് ഇഫ് യുവർ മൊബൈൽ ഫോൺ റൺസ് ഔട്ട് ഓഫ് ചാർജ്? നിങ്ങളുടെ മൊബൈൽ ഫോൺ ചാർജ് ഇല്ലാതെ ഔട്ട് ഓഫ് ചാർജ് ആയിട്ട് പോകണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? A cell in a clock cannot be used again when its charge is completely used up. ഒരു ക്ലോക്കിൽ ബാറ്ററി അത് കംപ്ലീറ്റ് ആയിട്ട്, അതായത് ബാറ്ററി ചാർജ് തീർന്നാൽ നമുക്കത് റീയൂസ് ചെയ്യാൻ പറ്റില്ല. ബട്ട് ദ ബാറ്ററി ഇൻ മൊബൈൽ ഫോൺസ് ക്യാൻ ബി റീചാർജ്ഡ് ആൻഡ് യൂസ്ഡ് അഗെയിൻ. ബട്ട് ഇൻ മൊബൈൽ ഫോണിൻ്റെ ബാറ്ററി നമുക്ക് ചാർജ് ചെയ്തിട്ട് യൂസ് ചെയ്യാൻ പറ്റും. You may be using rechargeable and non-rechargeable cells in different devices at home. നമ്മുടെ വീടുകളിൽ റീചാർജബിളും അല്ലെങ്കിൽ നോൺ റീചാർജബിളും ആയിട്ടുള്ള പല ഡിവൈസസും യൂസ് ചെയ്യാറുണ്ട്. ക്ലാസിഫൈ ദം ആൻഡ് റൈറ്റ് ഇൻ യുവർ സയൻസ് ഡയറി. അതിനെ ക്ലാസിഫൈ ചെയ്ത് എഴുതാനാണ് പറയുന്നത്. റീചാർജബിൾ ഡിവൈസസ്: ലാപ്ടോപ്സ് ആൻഡ് കമ്പ്യൂട്ടർ, mobile phone and tablet, digital camera, wireless devices, etc. Then non-rechargeable devices: TV and air conditioner remote, then wall clocks, flashlight means torch, then watch. These are some of the examples of rechargeable devices and non-rechargeable devices. Next, for further reading, ഇത് പ്രിൻറ്റിംഗ് മിസ്റ്റേക്കാണ്. ഈ ബ്ലാക്ക് ആയിട്ട് കിടക്കുന്ന കുറച്ച് ബോൾഡ് കളറായിട്ട് കിടക്കുന്ന പ്രിൻറ്റിംഗ് മിസ്റ്റേക്കാണ്. എല്ലാവരും ടെക്സ്റ്റ് ബുക്സ് കയ്യിലുണ്ടായിരിക്കണം. എ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ഇലക്ട്രിസിറ്റി, കൂടുതൽ അറിവിന് വേണ്ടിയിട്ട്. ഇലക്ട്രിസിറ്റി, ലൈറ്റ്, ഹീറ്റ്, സൗണ്ട് എക്സെട്ര ആർ ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് എനർജി. വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് എനർജി? ഇലക്ട്രിസിറ്റി, ലൈറ്റ്, ഹീറ്റ്, സൗണ്ട്. Electricity is a form of energy widely used for various purposes. നമ്മൾ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു ഫോം ഓഫ് എനർജി ഇലക്ട്രിസിറ്റിയാണ്. ദ ഏൻഷ്യൻ ഗ്രീക്സ് അണ്ടർസ്റ്റുഡ് ദാറ്റ് ആംബർ, എ കൈൻഡ് ഓഫ് തിക്കൻഡ് റെസിൻ, കുഡ് അട്രാക്ട് സബ്സ്റ്റൻസസ് ലൈക്ക് ഹെയർ വെൻ ഇറ്റ് വാസ് റബ്ഡ് അഗെയിൻസ്റ്റ് വൂൾ. ആംബർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു തിക്ക് ആയിട്ടുള്ള റെസിൻ മീൻസ് ഒരു ഹാർഡ് ഒരു മെറ്റീരിയൽ. ക്ലോത്ത് ഒന്നും പറയാൻ പറ്റില്ല, ഒരു ഹാർഡായിട്ടുള്ളൊരു മെറ്റീരിയലാണ്. ലൈക്ക് jewelries are made with that, and some ഡെക്കോസ്, ഹോം ഡെക്കോർ, അങ്ങനെ പലതും അതിലുണ്ടാക്കുന്നുണ്ട്. പിന്നെ ഈ ടേബിൾ കട്ടിംഗ് ബോർഡ്സ് അതുപോലെയൊക്കെ അത് ഹാർഡായിട്ടുള്ളൊരു മെറ്റീരിയലാണ്. അപ്പം ഗ്രീക്സിന് നേരത്തെ അവർ മനസ്സിലാക്കി ആംബർ അല്ലെങ്കിൽ ഈ തിക്കൻഡ് റെസിൻ അത് എന്താണ്, ഹെയറിനെ അട്രാക്റ്റ് ചെയ്യാൻ സാധിക്കും. എങ്ങനെയാണ്? വൂളുമായിട്ട് റബ്ബ് ചെയ്യുമ്പോൾ ഹെയർ അട്രാക്റ്റ് ചെയ്യാൻ സാധിക്കുന്നുവെന്ന് ഗ്രീക്സ് മനസ്സിലാക്കിയിരുന്നു. സബ്സിക്വൻ്റ്ലി ന്യൂമറസ് എക്സ്പെരിമെൻറ്റ്സ് കണ്ടക്റ്റഡ് ബൈ എ നമ്പർ ഓഫ് പീപ്പിൾ ഓവർ ദ ഇയേഴ്സ് ലെഡ് ടു ദ പ്രൊഡക്ഷൻ ആൻഡ് യൂസ് ഓഫ് ഇലക്ട്രിസിറ്റി ആസ് സീൻ ടുഡേ. പിന്നീട്, സബ്സിക്വൻ്റ്ലി മീൻസ് പിന്നീട്
ന്യൂമറസ് എക്സ്പീരിയൻസ്, പലതരത്തിലുള്ള ഒരുപാട് എക്സ്പീരിമെൻറ്റ്സ്, ഇപ്പോൾ പലതരത്തിലുള്ള എക്സ്പീരിയൻസ് പല ആൾക്കാർ പല ജനറേഷൻസ് ആയിട്ട് പല വർഷങ്ങളായിട്ട് ഇങ്ങനെ കണ്ടക്ട് ചെയ്ത് പല ഇത് പ്രൊഡക്ഷൻസ് ചെയ്താണ് ഇപ്പോഴും നമ്മൾ കാണുന്ന ഈ ഒരു ഇലക്ട്രിസിറ്റി നമുക്ക് കിട്ടുന്നത്. നെക്സ്റ്റ് പേജ്. ലൈറ്റിംഗ് എ ബൾബ് വിത്ത് എ ബാറ്ററി കൊണ്ട് ഒരു ബൾബിനെ കത്തിക്കാം. യൂഷ്വലി വി ഡിപ്പെൻഡ് ഓൺ ഇലക്ട്രിക് ബൾബ്സ് ഫോർ ഗെറ്റിംഗ് ലൈറ്റ്. സാധാരണയായിട്ട് നമ്മൾ ലൈറ്റിന് വേണ്ടി ആശ്രയിക്കുന്നത് ഇലക്ട്രിക് ബൾബ്സിൽ നിന്നാണ്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബൾബ്സ് ആർ ഇൻ യൂസ്. ഒബ്സർവ് ദിസ് പിക്ചർ. പലതരത്തിലുള്ള ബൾബ്സ് ഇപ്പം അവൈലബിൾ ആണ്. വാട്ട് ആർ ദേ? വാട്ട് കൈൻഡ് ഓഫ് ബൾബ്സ് ആർ യൂസ്ഡ് ഇൻ എമർജൻസി ലാംപ്സ്? എമർജൻസി ലാമ്പിൽ ഉപയോഗിക്കുന്ന തരം ബൾബ്സ് ഏതൊക്കെയാണെന്നാണ് ചോദിക്കുന്നത്. വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ഓഫ് യൂസിങ് LED? സോ വാട്ട് കൈൻഡ് ഓഫ് ബൾബ്സ് ആർ യൂസ്ഡ് ഇൻ എമർജൻസി ലാംപ്സ്? ആ ക്വസ്റ്റ്യൻ ആൻസർ എന്താണ്? എമർജൻസി ലാമ്പിൽ യൂസ് ചെയ്യുന്നത് LED ബൾബ്സ് ആണ്. സോ ദെൻ വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ഓഫ് യൂസിങ് LED ബൾബ്സ് യൂസ് ചെയ്യുമ്പോൾ കൊണ്ടുള്ള ഗുണങ്ങൾ എന്തെല്ലാമാണ്? LEDയുടെ ഫുൾ ഫോം ആണ് ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ്. It helps to save energy considerably. എനർജി സേവ് ചെയ്യാൻ സാധിക്കുന്നു LED ഡയോഡ്സ് യൂസ് ചെയ്യുമ്പോൾ, LED ബൾബ് യൂസ് ചെയ്യുമ്പോൾ. ദെൻ CFL requires less energy compared to filament lamps. ദെൻ CFL ലാമ്പിന് എന്താണ്, വളരെ കുറച്ച് എനർജി മാത്രം മതിയാവും കമ്പയറിങ് വിത്ത് പഴയ ടൈപ്പ് ഫിലമെൻറ്റ് ലാംപ്സ്. ദെൻ CFL വാസ് വൈഡ്ലി യൂസ്ഡ് ടിൽ റീസെൻ്റ്ലി. ഇതുവരെ നമ്മൾ കൂടുതലായിട്ട് വ്യാപകമായിട്ട് ഉപയോഗിക്കുന്നത് CFL ലാമ്പാണ്. ദെൻ ബട്ട് നൗ എ ഡേ CFL ഇസ് നോട്ട് കോമൺലി യൂസ്ഡ്. LED ബൾബ്സ് റിക്വയർ ലെസ് എനർജി ദാൻ CFL. പക്ഷേ ഈ ഇടയായിട്ട് സാധാരണയായിട്ട് CFL ആണ്, LED ബൾബ്സാണ് യൂസ് ചെയ്യുന്നത്, CFL അല്ല. മോസ്റ്റ് വൈഡ്ലി യൂസ് ചെയ്യുന്നത് LED ബൾബ്സ് ആണ്. ഇറ്റ് റിക്വയർസ് ലെസ് എനർജി. CFLനെയും കാട്ടി വളരെ കുറച്ച് എനർജി മാത്രം മതിയാകും LED ബൾബ്സിന്. ന്യൂ ജനറേഷൻ LED ബൾബ്സ് ഹാവ് ഓൾസോ ബീൻ ഇൻവെൻറ്റഡ് റീസെൻ്റ്ലി. ദെൻ പുതിയ ടൈപ്പ് LED ബൾബ്സും മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. സീ ദ പിക്ചേഴ്സ്. ഫിലമെൻറ്റ് ബൾബ് എന്ന് പറഞ്ഞാൽ കണ്ടില്ലേ, പഴയ ടൈപ്പ്. പിന്നെ CFL ലാമ്പ്. ദെൻ LED ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ്. ദെൻ CFLൻ്റെ ഫുൾ ഫോം എന്താണ്? കോമ്പാക്ട് ഫ്ലൂറസെൻ്റ് ലാമ്പ്. LED module is an arrangement of more than one LED bulb in a strip. അതായത് ഒരു സ്ട്രിപ്പിൽ ഒന്നിലധികം LED ബൾബ് ക്രമീകരിച്ചാണ് ആ ഒരു LED മോഡ്യൂൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഡോണ്ട് യു ഹാവ് കണക്റ്റിംഗ് വയേഴ്സ്? LED മോഡ്യൂൾ, 9V ബാറ്ററി ആൻഡ് എ കണക്ടർ ഇൻ യുവർ സയൻസ് കിറ്റ്. ട്രൈ ടു ലൈറ്റ് അപ്പ് ദ LED മോഡ്യൂൾ യൂസിങ് ദം. അതായത് നിങ്ങളുടെ സയൻസ് ഡയറിയിൽ ഒരു കണക്റ്റിംഗ് വയർ, LED മോഡ്യൂള്, 9V ബാറ്ററി, ദെൻ എല്ലാം ഉണ്ടല്ലേ? അങ്ങനെയാണെങ്കിൽ ഒരു LED മോഡ്യൂൾ നിങ്ങൾ ട്രൈ ടു ലൈറ്റ് അപ്പ്, നിങ്ങളത് ലൈറ്റ് ചെയ്യാനാണ് പറയുന്നത്. നിങ്ങളത് ലൈറ്റ് അപ്പ് ദ LED മോഡ്യൂൾ യൂസിങ് ദം. ഈ മെറ്റീരിയൽസ് എല്ലാം വെച്ചൊരു LED മോഡ്യൂൾ ലൈറ്റ് അപ്പ് ചെയ്യാനാണ് പറയുന്നത്. റൈറ്റ് സൈഡിൽ ഒരു പിക്ചർ തന്നിട്ടില്ലേ, ആ രീതിയിൽ ഫോളോ ചെയ്ത് എക്സ്പെരിമെൻറ്റ് ചെയ്യണം. ദെൻ ഹാവൻ യു ലൈറ്റഡ് ദ LED ബൾബ്? റൈറ്റ് ഔട്ട് ദ ഇലക്ട്രിക് സോഴ്സ് ആൻഡ് ദ ഇലക്ട്രിക് ഡിവൈസ് യൂസ് ഫോർ ദിസ് അതർ ദാൻ ദ കണക്റ്റിംഗ് വയർ. അതായത് LED ബൾബ് ലൈറ്റപ്പ് ചെയ്തില്ലേ, ദെൻ നിങ്ങൾ യൂസ് ചെയ്ത ഇതിന് ഉപയോഗിച്ച ഇലക്ട്രിക് സോഴ്സ് ഏതാണ്, ദെൻ ഇലക്ട്രിക് ഡിവൈസസ്, പിന്നെ നമ്മുടെ സയൻസ് കിറ്റിലില്ലാത്ത വേറെ എന്തൊക്കെയാണ് ഉപയോഗിച്ചിട്ടുള്ളത്, അതെല്ലാം അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് എഴുതാനാണ് പറയുന്നത്. ദെൻ ഇലക്ട്രിക് സർക്യൂട്ട്. വാട്ട് ഈസ് ദാറ്റ്? ഇലക്ട്രിക് സർക്യൂട്ട് ഈസ് ആൻ അറേഞ്ച്മെൻറ്റ് ദാറ്റ് പാസസ് ഇലക്ട്രിസിറ്റി ഫ്രം ആൻ ഇലക്ട്രിക് സോഴ്സ് ടു എ ഡിവൈസ്. എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് സർക്യൂട്ട് എന്നത് ഒരു വൈദ്യുത സോഴ്സിൽ നിന്നും ഒരു ഉപകരണത്തിലേക്ക് ഇലക്ട്രിസിറ്റി കടത്തി വരുന്ന ഒരു അറേഞ്ച്മെൻ്റാണ്. A circuit requires at least an electric source, connecting wire, and
ആൻ ഇലക്ട്രിക് ഡിവൈസ്. ഒരു സർക്യൂട്ടിന് എന്തൊക്കെയാണ് ആവശ്യം? ഒരു സർക്യൂട്ടിന് കുറഞ്ഞത് ഒരു ഇലക്ട്രിക് സോഴ്സ്, ഒരു കണക്റ്റിംഗ് വയർ, പിന്നെ ഒരു ഇലക്ട്രിക് ഡിവൈസ് എന്നിവയെല്ലാമാണ് ആവശ്യം. Okay kids, I'll be back with the continuation of this chapter very soon. Thank you.